നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേറെ ക്ലബ്ബ് നോക്കിക്കൊള്ളണം, നിനക്കിവിടെ സ്ഥാനമില്ല. മറ്റ് മുഴുവൻ സഹതാരങ്ങളുടെയും മുന്നിൽ വെച്ച് അർജൻറ്റീൻ സൂപ്പർ താരം അലയാൻഡ്രോ ഗർനാച്ചോയോട് റൂബൻ അമോറിം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന അർജൻറ്റീൻ മാധ്യമം TYC സ്പോർട്സ് ആണ്. അവർ ദി അത്ലറ്റിക് അടക്കമുള്ള മാധ്യമങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത്. റൂബൻ അമോറിം ലോവേഡ് ദി ഹാമർ, ഹി ടോൾഡ് ഗർനാച്ചോ ടു ഫൈൻഡ് എ ക്ലബ് എന്നാണ് ഇപ്പോൾ TYC സ്പോർട്സ് അവരുടെ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ കൊടുക്കുന്നത്. അതിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്ന കാര്യമുണ്ട്. അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ താരങ്ങളെല്ലാം വിളിച്ചു ചേർത്ത് കാരിങ്ടൺ ട്രെയിനിങ് സെൻറ്ററിൽ റൂബൻ അമോറിം അവരോട് സംസാരിച്ചു. ആ സംസാരിച്ച സമയത്ത് ഗർനാച്ചോയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ പരിഗണിക്കുന്നില്ല, മറ്റു വഴി നീ നോക്കിക്കോ, മറ്റ് ക്ലബിലേക്ക് പോയിക്കോ എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് ഏതാണ്ട് പ്രതീക്ഷിച്ചാണ്. കാരണം യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് അന്ന് പ്ലേയിങ് ലെവലിൽ ഇല്ലാതിരുന്ന, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മാത്രം കളിച്ച അലയാൻഡ്രോ ഗർനാച്ചോ തുറന്നങ്ങ് പറഞ്ഞിരുന്നല്ലോ, ഫൈനൽ വരെ ഞാൻ എല്ലാ റൗണ്ടിലും കളിച്ചു, ടീമിനെ ഞാൻ നന്നായിട്ട് സഹായിച്ചു, സപ്പോർട്ട് ചെയ്തു, പക്ഷേ ഇന്ന് ഞാൻ 20 മിനിറ്റ് മാത്രമാണ് കളിച്ചത്. എന്തുകൊണ്ടാണത് എന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ എൻ്റെ സമ്മർ എൻജോയ് ചെയ്യാൻ പോവുകയാണ്, വെക്കേഷൻ എൻജോയ് ചെയ്യാൻ പോവുകയാണ്, അതിനുശേഷം എന്ത് നടക്കുമെന്ന് കാത്തിരുന്ന് കാണാമെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഗർനാച്ചോ. കോച്ചിനെതിരെ തുറന്നടിച്ച് പറഞ്ഞതാണ്. കോച്ചിനത് ഇഷ്ടപ്പെട്ടിരുന്നില്ല. കോച്ച് അന്ന് തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു, ആരാണ് ക്ലിയർ ചാൻസ് സെമി ഫൈനൽ ആദ്യ പാദത്തിൽ മിസ് ചെയ്തയാൾ? അത് ഗർനാച്ചോ അല്ലേ? ഫുട്ബോൾ ഇങ്ങനെയൊക്കെയാണ്, അതനുസരിച്ച് ഞാൻ തീരുമാനമെടുക്കുമെന്ന് അന്ന് അമോറിമും പറഞ്ഞിരുന്നു. സോ അതാണിപ്പോൾ ഈ രൂപത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും ഗർനാച്ചോയുടെ കാര്യത്തിൽ ക്ലബ്ബ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ഫബ്രിസിയോ റൊമാനോയും സ്ഥിരീകരിക്കുന്നു. അതിൽ ഫബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്നത്, ഗർനാച്ചോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിടും ഈ സീസണിൽ, ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രണ്ട് ടീമിനും, അതായത് ഗർനാച്ചോക്കും ക്ലബിനും, അതായത് രണ്ട് പാർട്ടിക്കും ഗുണകരമാവുന്ന തരത്തിലുള്ള ഓഫറുകൾ വന്നാൽ അദ്ദേഹത്തെ ഒഴിവാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. യുണൈറ്റഡ് ചില പ്ലെയേഴ്സിനെ ഒഴിവാക്കാൻ ഇപ്പോൾ റെഡിയാണ്. എന്നിട്ട് വേണം അവർക്ക് പുതിയ സൈനിങ്സ് കൊണ്ടുവരാൻ. ഗർനാച്ചോ അങ്ങനെ ഒഴിവാക്കാൻ വെച്ച താരങ്ങളിൽ ഒരാളാണ്. തീർച്ചയായിട്ടും ജനുവരിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ ചില ടീമുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ആ റേസ് ഓപ്പൺ ആയിരിക്കുന്നു എന്നാണ് ഫബ്രീസിയോയുടെ റിപ്പോർട്ട്. ചുരുക്കത്തിൽ റൂബൻ അമോറിമിന് ഗർനാച്ചോയെ പിടിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നീക്കങ്ങളിലാണ്. മുഴുവൻ സഹതാരങ്ങളെയും വിളിച്ച് നിർത്തി അവരുടെ മുന്നിലിട്ടാണ് ഗർനാച്ചോയോട് പറഞ്ഞത്, നീ വേറെ വഴി നോക്കിക്കോ എന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.